ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർ എന്ന് കാണാം. ഇതിൻ്റെ പോസ്റ്റ് കോഡ് ഇവിടെ ഓർത്ത് വെക്കാം. 16 വേക്കൻസി നമുക്കുണ്ട്. ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 30 മാക്സിമം ഏജ് ലിമിറ്റ്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കണക്കാക്കുന്നത് നമ്മുടെ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റിലേക്കാണ്. അപ്പോൾ SC/ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെയും OBC NC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് വർഷം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ജൂനിയേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഇവിടെ BE or BTech 60% മാർക്കോട് കൂടി BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സയൻസിൽ PG ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന MCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. തുല്യമായുള്ള CGPA വേണം. ഇനി ഏതെങ്കിലും ME or MTech ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതാണ് ഡൊമൈൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഏതാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മേഖലയിലായിരിക്കണം നിങ്ങളുടെ BE or BTech അല്ലെങ്കിൽ ഈ പറയുന്ന PG അതല്ലെങ്കിൽ ഈ പറയുന്ന ME or MTech ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മേഖല, അതായത് നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈ 3 കാറ്റഗറിയിൽ പെട്ടതായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ കാണാം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നിൽ എന്നാണ്. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇവിടെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഫ്രഷർ എന്ന്. ഇനി ഇതിൻ്റെ കൺസൾട്ടേറ്റ് സാലറി പിന്നെ ജോബ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്. കൺസൾട്ടേറ്റഡ് സാലറി 37,500 രൂപ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് സാലറിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു CTC വരികയാണെങ്കിൽ ഏകദേശം മറ്റു അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 5,40,900 എന്ന ഒരു എമൗണ്ടിലാണ് ഇതിൻ്റെ CTC വരുന്നത് കേട്ടോ, മറ്റു പാക്കേജും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ 37,500 നമുക്കൊരു മിനിമം സാലറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക, മന്ത്ലി സാലറി. അതും ഫ്രഷേഴ്സിന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാം. ദെൻ അടുത്ത പോസ്റ്റ് കോഡ് നമുക്ക് നോക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് പ്രൊജക്ട് എഞ്ചിനീയർ തന്നെ, ഫ്രഷർ എന്നാണ്. ഇതും ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ്. 16 വേക്കൻസി ഉണ്ട്. 30 ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. ഫ്രഷറിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. ഇതിലേക്ക് BE or BTech 60% മാർക്ക്, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ PG ഇൻ സയൻസ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ PG ഓക്കെ ഉണ്ടായിരിക്കും. 60% മാർക്ക് എല്ലാത്തിലും വേണം കേട്ടോ. ഇനി ME or MTech ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്പെഷ്യലൈസേഷൻ ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലായിരിക്കണം, ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന BE or BTech അല്ലെങ്കിൽ PG ഇൻ സയൻസോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള PGയോ, അല്ലെങ്കിൽ ഈ പറയുന്ന ME or MTech ഒക്കെ 60% മാർക്ക് കൂടി പാസ്സാണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഡിസേബിൾ സ്കിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ ആവശ്യമായുള്ള സ്കില്ലാണ്. ഇത് മാൻഡറ്ററി അല്ല. ഇത് ഉണ്ടെങ്കിൽ കുറച്ചും പാടെ നിങ്ങൾക്ക് എന്തായിരിക്കും ആ ഒരു സ്യൂട്ടബിൾ ആണ് നിങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ നോക്കാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഇത് ആവശ്യമില്ല. ഇത് ഡിസേബിൾ ആയിട്ടാണ് പറയുന്നത്, എസെൻഷ്യൽ അല്ല. അതുപോലെ തന്നെ ഇനി കൺസോൾട്ടേറ്റഡ് സാലറി 37,500 എന്നാണ് വരുന്നത്. നേരത്തെ അതേ സെയിം സാലറിയാണ് വരുന്നത്. അടുത്ത പ്രൊജക്ട് എഞ്ചിനീയർ വീണ്ടും ഫ്രഷറാണ്. ഇതും തിരുവനന്തപുരമാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 2 വേക്കൻസിയാണ്. പോസ്റ്റ് കോഡ് നോക്കാം. സെയിം ഏജ് ലിമിറ്റ് ഒക്കെ സെയിം ആണ്. ഇതിൽ BE or BTech 60% മാർക്കോട് കൂടി അല്ലെങ്കിൽ CGPA അല്ലെങ്കിൽ ME or MTech ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് മതി. ദെൻ സ്പെഷ്യലൈസേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ BE or BTech അതല്ലെങ്കിൽ ME or MTech 60% മാർക്ക് കൂടി പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇതിൽ 37,500 സാലറി ആയിട്ട് വരുന്നത്. ഇതിന് അടുത്തത് വരുന്ന പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർ എന്നാണ്. ഇതിൽ 20 വേക്കൻസി വരുന്നുണ്ട്. തിരുവനന്തപുരമാണ് വേക്കൻസി വരുന്നത്. 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ BE or BTech 60% മാർക്ക് കൂടി പാസ്സായിരിക്കുക എന്നുള്ളതാണ്. BE അല്ലെങ്കിൽ BTech ഏതെങ്കിലും ഒന്ന് മതി. ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ IT ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരിക്കണം കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിലായിരിക്കണം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഓക്കെ, ഫ്രഷേഴ്സിന് അപ്ലൈ അതിൽ നിങ്ങൾക്ക് ഡിസേബിൾ സ്കില്ലും ആവശ്യമില്ല, നോട്ട് അപ്ലിക്കബിൾ ആണ്. അതുപോലെ ജോബ് പ്രൊഫൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണ് വരിക. 37,500 അതിൻ്റെ സാലറി വരുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രൊജക്റ്റ് എഞ്ചിനീയർ എന്നുള്ള ഈ പോസ്റ്റ് മുതൽ അങ്ങോട്ട് എക്സ്പീരിയൻസ്ഡ് വേക്കൻസിയാണ്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 5 വേക്കൻസി ഉണ്ട്. ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ് ഇതും വേക്കൻസി വന്നിരിക്കുന്നത്. BE or BTech 60% മാർക്ക് വേണം, അല്ലെങ്കിൽ PG ഇൻ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 60%, അല്ലെങ്കിൽ ME or MTech ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഡിസേബിൾ സ്കിൽ സെറ്റും ജോബ് പ്രൊഫൈലും കൺസോൾട്ടേറ്റ് പേയ്മെൻറ്റും 37,500 സെയിം സാലറിയാണ് കേട്ടോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്ട് ഇങ്ങനെ കുറേ പോസ്റ്റുകളുണ്ട്. 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള കേട്ടോ. ഇതും 1 ഇയർ എക്സ്പീരിയൻസ് ആണ്. നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ BE or BTech 60% മാർക്ക് പാസ്സാർക്ക് അപ്ലൈ ചെയ്യാം. 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എല്ലാ പോസ്റ്റിലും ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ട്. ഇവിടെ 10 വേക്കൻസി ഉണ്ട്. ഇതിൽ ഇത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇതും സെയിം സാലറിയാണ്. 37,500 കേട്ടോ വരുന്നത്. പക്ഷേ ഓക്കെ, ഇതിൽ നമുക്ക് സാലറി ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് അനുസരിച്ച് മാറും കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം സാലറി കൂട്ടി തരും കേട്ടോ അവർ. ഓക്കെ, അങ്ങനെയുള്ള ഒരു കണ്ടീഷനൊക്കെ അതിലുണ്ട്. ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് ഇതൊക്കെ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ആണ്. 3 വേക്കൻസി ഉണ്ട്. ഇത് നമ്മുടെ ഡൽഹിയിലാണ് വേക്കൻസി വരുന്നത് കേട്ടോ.
ഓക്കെ, നേരത്തെ ഞാൻ കാണിച്ചത് ഇവിടെ തിരുവനന്തപുരമാണ് വേക്കൻസി 10 ഓക്കെ. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം പോയാൽ മതി. മറ്റേത് ഡൽഹി ആകുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും കേട്ടോ. 45 ഏജ് ലിമിറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. BR BTech ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മിനിമം 1 ഇയർ ഡ്യൂറേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, 37,500 എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങളുടെ സാലറി ഒക്കെ കൂട്ടി തരും കേട്ടോ. പിന്നെ അടുത്തത് ഇതും നമുക്ക് എന്താണ് 1 ഇയർ എക്സ്പീരിയൻസ് ആണ്. ഇത് നമുക്ക് ഭുവനേശ്വറിലാണ് ഒരു വേക്കൻസി. ഏജ് ലിമിറ്റ് 45, ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ BR BTech ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അപ്പോൾ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിൽ 37,500 എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സാലറി കൂടും. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി എക്സ്പീരിയൻസ് കൂടും കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. അത് അസമിലാണ്. BR BTech നേരത്തെ പറഞ്ഞ പോലെ ME or MTech PG സയൻസോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ PG ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഇതാണ് ഡൊമൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ നോക്കുക. ഇതിലൊക്കെ നമുക്ക് മിനിമം 1 ഇയർ ഉണ്ട്. അതുപോലെ തന്നെ ഞാനിതെല്ലാം വായിച്ചാൽ ഇത് തീരില്ല, അത്രയും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ 4 ഇയേഴ്സാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നമ്പർ ഓഫ് എക്സ്പീരിയൻസിൻ്റെ ഇയേഴ്സ് കൂടുന്നുണ്ട്. ഒക്കെ 4 ഇയേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം. അതിൽ വന്നിട്ട് നിങ്ങൾ നല്ല നോക്കുക, എലിജിബിൾ ആണോ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇതിൽ പിന്നെ 9 വർഷം എക്സ്പീരിയൻസിലേക്കൊക്കെയാണ് വരുന്നത്. ഇനി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പ്രൊസീജിയറാണ്, നമുക്ക് എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നത്, അതിന് മുൻപ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുത്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും വരിക, GeoCL Eduland. ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനാണ് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് ലിങ്ക് തരുന്നത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. നമ്മുടെ വെബ്സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ, നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് കേരള ജോബ്സ് എന്ന് കാണാം. ഇതിൽ CDAC പ്രൊജക്ട് സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് കാണാം. ഇൻ കേസ് ഇതിവിടെ കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഇടേണ്ട 5 പോസ്റ്റ് ഇവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പോൾ ഇവിടെ CDAC പ്രൊജക്ട് സ്റ്റാഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആ ടൈറ്റിൽ നോക്കിയാൽ മതി കേട്ടോ. CDAC പ്രൊജക്ട് സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ